ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടുമെന്നും അറിയിച്ച ഇറാൻ കപ്പലുകൾ ആക്രമിക്കില്ലെന്ന ഉറപ്പ് ഇന്ത്യക്ക് ഏറെ ആശ്വാസമാണ്. ഹോർമൂസ് വഴി ചരക്ക് നീക്കം നിലച്ചതോടെ LPG ക്ഷാമം രാജ്യത്ത് രൂക്ഷമായിരിക്കുകയാണ്. കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള 2 കപ്പലുകൾക്ക് കഴിഞ്ഞ ദിവസം ഇളവ് നൽകിയിരുന്നു. വ്യാഴാഴ്ച രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സായിദ് അബ്ബാസ് അരാക്ചിയുമായും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നാലെയാണ് ഇറാൻ അനുകൂല നിലപാടെടുത്തത്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള കപ്പലുകളെല്ലാം കടത്തിവിടുമെന്ന് ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി ഡൽഹിയിൽ അറിയിക്കുകയായിരുന്നു. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിക്കിടെ 2 LPG ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും LPG സിലിണ്ടറുകളുടെ വിതരണം നിലച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രതീക്ഷയെന്നോണം 2 ടാങ്കറുകൾ കടലിടുക്ക് കടന്നത്. LPG വിതരണ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെ ഡൽഹിയിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പഞ്ചാബിൽ വരിനിന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു. പല സംസ്ഥാനങ്ങളിലും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി ബാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കരിഞ്ചന്തയിൽ LPG വില 6000 കടന്നുവെന്നാണ് റിപ്പോർട്ട്. ചില സംസ്ഥാനങ്ങളിൽ പൂഴ്ത്തിവച്ച സിലിണ്ടറുകൾ അധികൃതർ പിടിച്ചെടുത്തിരുന്നു. സിലിണ്ടർ ക്ഷാമം അതിരൂക്ഷമാകുമ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയും ഇറാനും പൊതു താൽപര്യങ്ങൾ പങ്കിടുന്നുണ്ട്. ഇന്ത്യ വിവിധ മേഖലകളിൽ ഇറാനെ സഹായിച്ചിട്ടുണ്ടെന്നും ഫത്താലി പറഞ്ഞു. ഇറാനുമേൽ US ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതോടെയാണ് ഹോർമൂസ് അടച്ചത്. വിലക്ക് ലംഘിച്ച് കടന്നുവന്ന വിവിധ രാജ്യങ്ങളുടെ 18 കപ്പലുകൾ ഇറാൻ ഇതിനകം തകർത്തിരുന്നു. ഇന്ത്യയിലേക്ക് ചരക്കുമായി വന്ന തായ്ലൻഡ് കപ്പലും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിത വഴി ഒരുക്കണമെന്ന് സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും അറിയിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ധരിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നാണ് ഹോർമൂസ്. അതിലൂടെയാണ് ആഗോള എണ്ണവാതക കയറ്റുമതിയുടെ ഒരു പ്രധാന ഭാഗം കടന്നുപോകുന്നത്. ഈ പാതയിലെ തടസ്സം ഊർജ്ജ വിപണികളിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇതിനകം തന്നെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ഈ മേഖലയിലൂടെ അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് ഇറക്കുമതി ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ കടലിടുക്കിന് ചുറ്റുമുള്ള സംഭവവികാസങ്ങൾ സർക്കാരുകളും ഷിപ്പിംഗ് കമ്പനികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടെയാണ് ഇന്ത്യക്ക് സുരക്ഷിതമായ പാത നിർദ്ദേശിക്കുന്ന ഫത്താലിയുടെ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി സായിദ് അബ്ബാസ് അരാക്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി കടന്നതിന്റെ പിറ്റേന്നാണ് ഇരു മന്ത്രിമാരും തമ്മിലുള്ള 4ാമത്തെ ടെലിഫോൺ സംഭാഷണം നടന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങളെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അരാക്ചി ജയശങ്കറെ ധരിപ്പിച്ചു. ഇത്തരം നടപടികൾ പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അക്രമികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ നിയമാനുസൃതമായ അവകാശം വിനിയോഗിക്കാൻ ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും സായുധ സേനയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് നേരെയുള്ള സൈനികാക്രമണത്തെ അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ അപലപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിർണായക ഘട്ടത്തിൽ മേഖലയിലെയും ലോകമെമ്പാടുമുള്ള സുരക്ഷയെയും സ്ഥിരതയെയും പിന്തുണയ്ക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ ക്രിയാത്മകമായ പങ്ക് വഹിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വേദികളിൽ ഉഭയകക്ഷി ബഹുരാഷ്ട്ര സഹകരണം വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ജയശങ്കർ അറിയിച്ചു. മേഖലയിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ യുദ്ധം മൂലം അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ പതാക വഹിച്ച് 28 മുതൽ 30 വരെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി ഇന്ത്യ ചർച്ചകൾ നടത്തിവരികയാണ്. ഇതിനിടെ ഷെല്ലോങ്, പുഷ്പക്, പരിമൾ എന്നീ 3 കപ്പലുകൾ കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്ക് കടന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.